ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കെൻറ്റിൻ്റെ ഒരു എയർ ഫ്രയർ ഒന്ന് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എയർ ഫ്രയർ നല്ല സിമ്പിളാണ് കേട്ടോ മാനേജ് ചെയ്യാനായിട്ട്. ഇതിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും, അതനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയുടെ വീട്ടിലുള്ള എയർ ഫ്രയറാണ്. അപ്പോൾ ഞാൻ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ സാംസുയിയുടെ എയർ ഫ്രയറാണ്. അതിനേക്കാളും നന്നായിട്ട് എനിക്ക് തോന്നിയത് കെൻറ്റിൻ്റെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. കാണിക്കാനൊന്നുമില്ല, ഇതിലെല്ലാതും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ചെയ്യുമ്പോൾ എത്ര ടെമ്പറേച്ചർ, എത്ര ടൈം വയ്ക്കണം എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഫിഷ് ചെയ്യണത് സമോസ ഉണ്ടാക്കണത് അതൊക്കെ അതിൻ്റെ ടെമ്പറേച്ചറും ടൈമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മാനേജ് ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ. ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ ഏത് സാധനമാണോ ഉണ്ടാക്കണേ അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ ടൈം സെറ്റ് ചെയ്യാം. കെൻറ്റിൻ്റെ എയർ ഫ്രയറാണ്. പാത്രം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ പാത്രം ജസ്റ്റ് ഒന്ന് ചുടുവെള്ളത്തിലൊന്ന് കഴുകുക, നന്നായിട്ട് തുടച്ചിട്ട്. അതുപോലെ ഇതേപോലെ ഒരു സ്റ്റാൻഡും ഉണ്ടാവും ഇതിൻ്റെ കൂടെ. അപ്പോൾ നമുക്കിതൊന്ന് ചുടുവെള്ളത്തിൽ കഴുകാം. പിന്നെ സോപ്പ് ലിക്വിഡിൽ ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട്, ചെറിയ സ്മൂത്ത് ബ്രഷ് വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ. പിന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അതേപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പം ഞാൻ ഫ്രഞ്ച് ഫ്രൈസാണ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ 200 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ഫ്രഞ്ച് ഫ്രൈസിന് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഓണാക്കിയിട്ടുണ്ട്, ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പാത്രം എടുക്കാം. അതിന് ശേഷം ഇതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ഒട്ടും ചേർക്കാണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ചേർക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ പാനിലൊന്ന് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാനിൽ ചെയ്യാണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ ഒരു ബാസ്ക്കറ്റൊക്കെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രയും വൃത്തികേടാവില്ല ഈ പാത്രം കേട്ടോ. മാനേജ് ചെയ്യാൻ ഒന്നും കൂടിയും എളുപ്പമാവും ഈ പാത്രങ്ങൾ. ഞാനിവിടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കേണ്ട വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ എണ്ണയിലാണ് പൊരിച്ചെടുക്കണത്. ഇത് നമ്മൾ എയർ ഫ്രയറിൽ ചെയ്യണു. അപ്പോൾ എന്താ എയർ ഫ്രയറിൽ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അധികം കട്ടകളില്ലാണ്ട് വെച്ച് കൊടുക്കുക. ഫ്രഞ്ച് ഫ്രൈസിന് 25 മിനിറ്റ് 200 ഡിഗ്രിയിൽ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഞാനിതിൽ എൻ്റെ മേലെ ഒന്നും കൂടി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓയിൽ ഇനി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെന്ന്. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ടൈം ഓവറാവുമ്പോൾ അത് തന്നെ കട്ട് ഓഫ് ആവും. അതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് എയർ ഫ്രയറിൽ സാധനങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പൊട്ടാറ്റോ ചിപ്സ് ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അധികം എണ്ണയില്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും